ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് M2വിലെ 4th ചാപ്റ്ററായ ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്. നെറ്റ്വർക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു കണക്ഷൻ, അത്ര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കണക്ഷൻ. അതായത് എനി ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് കണക്റ്റഡ് ടു വൺ അനദർ through a common media for transmission of data and sharing of resources is referred to as a network. അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യാനോ വേണ്ടിയിട്ട് ഒരു കോമൺ മീഡിയ വഴി ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്റ്റ് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക്, ഈ നെറ്റ്വർക്കിൽ എന്താണ് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് 2 or more interconnected computers make up കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? ഒരു ഗ്രൂപ്പ് ഓഫ് 2 or more ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടറുകൾ കൂടി ചേർന്നിട്ടാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാവുന്നത്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് കേബിൾ വഴിയോ ടെലിഫോൺ ലൈൻസ് വഴിയോ സാറ്റലൈറ്റോ റേഡിയോ ഫ്രീക്വൻസോ വഴിയായിരിക്കും ഈ കമ്പ്യൂട്ടറുകൾ എന്തായിരിക്കും ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഈ രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ തമ്മിൽ ലിങ്ക് ചെയ്യാനൊരു മീഡിയ വേണം. അതാണ് കേബിൾസോ ടെലിഫോൺ ലൈൻസ് സാറ്റലൈറ്റ്സ് റേഡിയോ ഫ്രീക്വൻസി എന്നിവ. ഓക്കെ, ഇനി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദ യൂസർ ക്യാൻ എക്സ്ചേഞ്ച് ഫയൽസ് ആൻഡ് ഷെയർ അതർ റിസോഴ്സ് ലൈക്ക് പ്രിൻ്റർ സ്കാനർ സോഫ്റ്റ്വെയർ വെൻ ദ PCs ആർ കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. അതായത് യൂസറിനെ ഫയൽസുകൾ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ റിസോഴ്സസ് ആയിട്ടുള്ള പ്രിൻ്റർ സ്കാനർ സോഫ്റ്റ്വെയർ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് ഇവരുടെ PC എന്താണ് നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. എക്സാമ്പിളായിട്ട് നമുക്ക് പ്രിൻ്ററും ഒക്കെ നമ്മളെന്തായിരിക്കും കണക്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഒരു ഓഫീസിൽ നമ്മൾ സിസ്റ്റത്തിൽ കണക്റ്റഡ് അല്ല പ്രിൻ്ററും സ്കാനറും ഒന്നും. അപ്പോൾ പക്ഷേ നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾ എന്താണ് പ്രിൻ്റർ സ്കാനറായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഡാറ്റ അതിലേക്ക് ഷെയർ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് പ്രിൻ്റ് എടുക്കും. അത്രേ ഉള്ളൂ ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ആ PCs നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ചെയ്യും. നമുക്ക് എന്താണ് ആവശ്യം വെച്ചിട്ട് ആ ആവശ്യമുള്ള ഇത് അവിടെ ആ റിസോഴ്സസ് വേറെ നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ ഷെയർ ചെയ്തിട്ട് നമ്മൾ അത് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ, നെറ്റ്വർക്ക്സുകളുടെ ടൈപ്പുകൾ. ഈ ടൈപ്പ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈസിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസിനനുസരിച്ചിട്ടോ ആണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കാറ്റഗറൈസ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഈ ജോഗ്രഫിക്കൽ ഏരിയ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെന്താണ് ജോഗ്രഫിക്കൽ ഏരിയയും എത്ര കമ്പ്യൂട്ടറുകൾ കണക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അനുസരിച്ചിട്ടാണ് നെറ്റ്വർക്കുകളുടെ ടൈപ്സ് നമ്മൾ മനസ്സിലാക്കുക. കുറേ ലാർജ് ഏരിയയിലാണെങ്കിൽ ലാർജ് നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അതിൽ ഫസ്റ്റ് ആ നെറ്റ്വർക്കിൻ്റെ ടൈപ്പിൽ ഫസ്റ്റ് ഉള്ളതാണ് പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് പേഴ്സൺ റേഞ്ചിൽ
ലിങ്ക് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകളെയാണ് കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് വിത്തിൻ എ സ്പെസിഫിക് പേഴ്സണൽ നോൺ ആസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു സ്പെസിഫിക് ഏരിയയിൽ കമ്പ്യൂട്ടറുകളോ അതിൻ്റെ ഡിവൈസുകളോ ഡിവൈസസുകളോ എന്തായിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ പാൻ എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് ഈ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുക പേഴ്സൺസ് റേഞ്ചിലാണ്. അതായത് അവരുടെ റേഞ്ച് ഇപ്പോൾ പേഴ്സൺസ് റേഞ്ച് പറഞ്ഞാൽ 10 മീറ്റർ അല്ലെങ്കിൽ 33 ഫീറ്റിൻ്റെ ഉള്ളിലായാൽ മാത്രമേ ആ നെറ്റ്വർക്കുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കമ്പ്യൂട്ടർ, ഫോണ്, ടാബ്ലറ്റ്, പ്രിൻ്റർ, PDF പോലത്തതും പിന്നെന്താണ് സ്പീക്കർ, ഗെയിംസൊക്കെ എന്താ ചെയ്യണത് ഈ ഫ്രീക്വൻ്റ്ലി ഇൻക്ലൂഡഡ് ചെയ്തിട്ട് ഈ പേഴ്സണൽ നെറ്റ്വർക്ക് വഴിയാണ് ഈ എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണത് എക്യുപ്മെൻറ്റ്സ് വഴിയൊക്കെ നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് LAN ആണ്. LAN എന്താ പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അത് സ്മോൾ ഏരിയയിലാണ് LAN പോസിബിൾ ആയിട്ടുള്ളത്. അതായത് it can be basic as 2 PCs and printer, someone home office, or might stretch throughout an entire corporation and include audio and video peripherals depending on the needs of an organization and the type of technology utilized. അതായത് നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ ഹോമിലോ ഒക്കെ 2 PCകൾ തമ്മിലോ അവർ പ്രിൻ്ററുകൾ തമ്മിലും 2 PCs ആൻഡ് പ്രിൻ്റർ പറഞ്ഞാൽ ഒരു ഇതിൽ സിസ്റ്റത്തിൽ മതി പ്രിൻ്റർ. എന്നിട്ട് അത് നമ്മൾ 2 ആൾക്കാരോ അല്ലെങ്കിൽ 2-ലധികം ആൾക്കാരോ സ്മോൾ ഏരിയയിൽ വെച്ചിട്ട് ഷെയർ ചെയ്യുക. ഈ ലോക്കൽ ഏരിയ എന്നാണ് സ്മോൾ ഏരിയയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്യൂ കിലോമീറ്ററിൽ മാത്രമേ ഇവിടെ ഇത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിലെന്താണ് ഹാർഡ്വെയർ, അതായത് പ്രിൻ്റർ, സോഫ്റ്റ്വെയർ, അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ഒക്കെ എന്താണ് ഈ ലാനിന് എക്സാമ്പിൾസാണ്. ഇതിൻ്റെ ഡാറ്റ റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് 4 to 60 മെഗാബിറ്റ്സ് ആണ് പെർ സെക്കൻഡിൽ. 4 to 60 മെഗാബിറ്റ്സ് ആണ്. ഇത് പറഞ്ഞാൽ ഇപ്പം LAN ടെക്നോളജി നമ്മൾ വയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വയറില്ലാതെ വയർലെസ് ആയിട്ട് നമ്മൾ ഇപ്പം കണക്ഷന് പോസിബിൾ ആയിട്ടുണ്ട്. ഈ LAN ആപ്ലിക്കേഷന് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. LANs ആർ ടിപ്പിക്കലി യൂട്ടിലൈസ്ഡ് ഇൻ ബിസിനസ് സെറ്റിങ്സിന് വേണ്ടിയിട്ടാണ് LANs മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതായത് ഡാറ്റ ഷെയറിങ്ങിന്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓവർ ദി ഇൻ്റർനെറ്റ്. ഷെയറിങ്ങിന് അതായത് നമ്മൾക്ക് ഒരു സിംഗിൾ പ്രിൻ്റർ നമുക്ക് ആ നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞ മാതിരി, അതായത് നമ്മളെ കമ്പ്യൂട്ടറിലില്ലെങ്കിൽ നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രിൻ്റർ എന്തായിരിക്കും നമുക്കത് ഷെയർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ കമ്മ്യൂണിക്കേഷൻ, അതായത് എംപ്ലോയീസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും വേണ്ടിയിട്ട്, അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. കാരണം ഇത് എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അതായത് ഡിസ്റ്റൻസ് കുറവായിട്ടുള്ള നെറ്റ്വർക്ക് പോസിബിൾ ആയിട്ടുള്ള. അപ്പോൾ എന്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് എംപ്ലോയീസിനൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താനും വേണ്ടിയിട്ട് എന്താണ് LAN യൂസ് ചെയ്യും. ഇനി കമ്മ്യൂണിക്കേഷൻ ഓവർ ദി ഇൻ്റർനെറ്റ്, അത് ഓരോ എംപ്ലോയിക്കും ഇൻ്റർനെറ്റായിട്ട് കണക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ LAN യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഉള്ളത് നമുക്ക് പറയാനുള്ളത് MAN ആണ്. MAN എന്നൊക്കെയാണെങ്കിൽ മെട്രോപൊളിയൻ ഏരിയ നെറ്റ്വർക്ക് കണക്ട്
many lands to create a large network that serve a wider geographic area. അതായത് വൈഡർ ജോഗ്രഫിക് ഏരിയകളിൽ കുറേ ലാനുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് മെട്രോപൊളിറ്റൻ ഏരിയയിൽ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യും. അതിനെയാണ് മാൻ എന്ന് പറയുന്നത്. മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അതായത് ലാനുകൾ കൂടി ചേർന്നിട്ട് മെട്രോപൊളിറ്റൻ ഏരിയകളിൽ അതായത് വൈഡ് ജോഗ്രഫിക്കൽ ഏരിയകൾ കണക്ട് ചെയ്യുന്നതിനെയാണ് മാൻ എന്ന് പറയുന്നത്. ഇറ്റ് കണക്റ്റഡ് കമ്പ്യൂട്ടർ ഓവർ സിറ്റി, ടൗൺ ഓർ മെട്രോപൊളിറ്റൻ. അതായത് സിറ്റികളിലോ ടൗണുകളിലോ മെട്രോപൊളിറ്റൻ ഏരിയകളിലോ ആണ് മാൻ കണക്ട് ചെയ്യുന്നത്. മാൻ ഓഫൺ യൂസ് എ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസ് ആൻഡ് ഹൈലി കോമ്പാക്ട് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ടു കണക്ട് ന്യൂമറസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ന്യൂമറസ് ആയിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ ഫൈബർ ഒപ്റ്റിക് കേബിളുകളായിട്ട് കണക്ട് ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ യൂസ് ചെയ്തിട്ട് ഈ ലാനുകൾ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, മാൻ ഉണ്ടാക്കുന്നത്. അതായത് മാൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എ റീജിയൻ വിച്ച് ലൈസ് ബിറ്റ്വീൻ 5 to 50 കിലോമീറ്റർ ഈസ് വെർ ദ മാൻ ലൊക്കേറ്റഡ്. അതായത് 5 to 50 കിലോമീറ്ററുകൾ വരെ ഈ മാന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രൗണ്ട് ഓഫ് ബീയിങ് ഓൺ എ സിംഗിൾ എൻറ്റിറ്റി ആസ് ഇൻ ലാൻഡ് മാൻ ഈസ് ടിപ്പിക്കലി ഐദർ ഓൺഡ് ബൈ യൂസർ ബൈ എ നെറ്റ്വർക്ക് പ്രൊവൈഡർ ഹൂ ഓഫേഴ്സ് സർവീസ് ടു യൂസേഴ്സ്. അതായത് സിംഗിൾ എൻറ്റിറ്റിയിൽ ലാനോ മാനോ എന്തായിരിക്കും, ഒരു ടിപ്പിക്കൽ ഒരാളുടെ അതായത് സർവീസ് ടു യൂസേഴ്സിന് വേണ്ടിയിട്ട് അതായത് അവരുടെ സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുക, മാൻ ക്രിയേറ്റ് ചെയ്യുക. ഈ മാൻ നെറ്റ്വർക്ക് എക്സാമ്പിളാണ് വൈമാക്സും കേബിൾ ടിവിയും ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനും ഉള്ളത്. കാരണം നമ്മൾ കേബിൾ ടി വി അറിയാമല്ലോ അല്ലേ, കാരണം നമ്മൾ ടി വിയിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യ കാലത്ത് ഇപ്പം നമ്മൾ പറഞ്ഞാൽ വൈഫൈ സെറ്റിങ്സൊക്കെ കാര്യങ്ങളുണ്ടായതുകൊണ്ട് കേബിൾ കണക്ഷനായിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ ഒക്കെ വയർലെസ് ആയിന്. നമ്മൾ വൈഫൈ യൂസ് ചെയ്തിട്ട് പിന്നെ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ ചാനൽസൊക്കെ നമുക്ക് കിട്ടുന്നത്. ആദ്യം നമ്മൾ കേബിൾ വയറുകൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ടി വിയിലൊക്കെ കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് വാനിനെ കുറിച്ചിട്ടാണ്. വാൻ എന്നാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിൽ പേരിൽ തന്നെയാണ് വൈഡ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക്, അതായത് ദാറ്റ് കണക്ട് യുവർ ഓഫീസ്, ഡാറ്റാ സെൻറ്റർ, ക്ലൗഡ് ആപ്ലിക്കേഷൻ ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് ടുഗദർ. അതായത് നമ്മൾക്ക് ഓഫീസുകൾ, വലിയ വലിയ ഓഫീസുകൾ, ഡാറ്റാ സെൻറ്റേഴ്സുകൾ, ക്ലൗഡ് ആപ്ലിക്കേഷൻ, ക്ലൗഡ് സ്റ്റോറേജ്, നമ്മളെ ഡാറ്റകളൊക്കെ നമ്മൾ അതിൽ പി സിയിൽ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ ക്ലൗഡിലേക്കാണ് സ്റ്റോർ ചെയ്യുക അല്ലേ, കേട്ടിട്ടില്ലേ? അപ്പോൾ അത് ക്ലൗഡ് ആപ്ലിക്കേഷനിലൊക്കെയാണ് വാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കാൾഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ബിക്കോസ് ഇറ്റ് സ്പാൻ ബിയോണ്ട് എ സിംഗിൾ ബിൽഡിംഗ് ഓർ ലാർജ് ക്യാമ്പസ് ടു ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് സ്പ്രെഡ് അക്രോസ് എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയ ഓർ ഈവൻ ദ വേൾഡ്. അതായത് നമ്മൾ ലാർജ് ബിൽഡിങ്ങിൽ ആ ബിൽഡിങ് മൊത്തമായിട്ട്, അതായത് ഒരൊറ്റ റൂമോ കാര്യങ്ങൾ മാത്രം ആ ബിൽഡിങ് മൊത്തമായിട്ട്, അല്ലെങ്കിൽ ലാർജ് ക്യാമ്പസിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, വാനാണ്. വാൻ കണക്ട്സ് ലാൻ ഓർ അതർ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടുഗദർ ഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് വാന് മൾട്ടിപ്പിൾസ് ഓഫ് ലാനുകളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ. അതിനു വേണ്ടിയിട്ട് സാറ്റലൈറ്റ് ലിങ്കുകളോ ഫൈബർ ഒപ്റ്റിക് കേബിളുകളോ അല്ലെങ്കിൽ ഫോൺ ലൈൻസുകളൊക്കെ യൂസ് ചെയ്യും. ഇതിങ്ങനെ ലാർജ് ഡിസ്റ്റൻസിൽ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട്.
ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് TCP/IP പ്രോട്ടോക്കോൾ. അത് നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ എന്താണ് TCP/IP പ്രോട്ടോക്കോൾ എന്നുള്ളത്. ഓക്കെ, ഇനി അതിൽ അതിന് വേണ്ടി അത് കണക്ട് ചെയ്യാനും വേണ്ടി നമ്മൾ റൗട്ടറുകൾ, സ്വിച്ചസുകൾ, ഫയർവാളുകൾ, മോഡംസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ വാനുകൾ കണക്ട് ചെയ്യുന്നത്. അതായത് കുറേ വാനായിട്ട് കണക്ട് ചെയ്യുന്നത്. അതിനും വേണ്ടിയിട്ട് നമ്മൾ കണക്ഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൗട്ടേഴ്സ്, സ്വിച്ചസും, ഫയർവാളും, മോഡംസും. ഈ റൗട്ടേഴ്സിന് സ്വിച്ചൊക്കെ നമുക്ക് വരും ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട് കേട്ടോ, ഡീറ്റെയിൽസ് ആയിട്ട്. ഓക്കെ, ദ ഇൻ്റർനെറ്റ് ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ് മേ ബി ബെസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വാൻ. അതായത് ലോകത്തിലെ തന്നെ ബെസ്റ്റായിട്ടുള്ള അതായത് നമ്മൾ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് വാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് വെൽ നോൺ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ഓക്കെ, ഇനി വാൻ ടൈപ്പുകളുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത്. ഡെഡിക്കേറ്റഡ് കണക്ഷനും സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും. അതാണ് വാനിൻ്റെ ടൈപ്പുകളെന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനെയാണ് ഡെഡിക്കേറ്റഡ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇത് കണക്കാണെങ്കിൽ 45 മെഗാ ബൈറ്റ് പെർ സെക്കൻഡിൽ ഒരു സീരിയൽ ലൈനാണ് ഡാറ്റകൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റകൾ പാസ് ചെയ്യുന്നത്. ദർ ഈസ് നോ സെറ്റപ്പ് റിക്കോർഡ് ബിഫോർ. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് കൂടുതൽ സെറ്റപ്പുകളൊന്നും ആവശ്യമില്ല. ദ ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് കണ്ടിന്യൂ. ഡാറ്റകൾ ഇങ്ങനെ കണ്ടിന്യൂസ്വലായിട്ടാണ് ഡെഡിക്കേറ്റഡ് കണക്ഷനിൽ എന്ത് ചെയ്യുക, ഡാറ്റകൾ പാസ് ചെയ്യുക. നെക്സ്റ്റ് ആണ് സർക്യൂട്ട് സ്വിച്ചിങ്. സ്വിച്ചിങ് ഈസ് റെഫേർഡ് ടു ആസ് സിമിലർലി ടു മേക്കിംഗ് ഫോൺ കോളുകൾ അറിയാലോ അല്ലേ? ഫോൺ കോളുകൾ പോലെയാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ പോസിബിൾ ആയിട്ടുള്ളത്. ബിഫോർ എൻ എൻഡ് ടു എൻഡ് കണക്ഷൻ ഈസ് മെയ്ഡ് നോ ഡാറ്റ ക്യാൻ മൂവ്. അതായത് ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റൊരു എൻഡിലേക്ക്, അതായത് നമ്മൾ ഫോൺ ഒരു തലക്കുന്ന ഒരു യൂസർ ഉണ്ടാവും, സെൻറ്റർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും. അതേപോലെ എൻഡ് ടു എൻഡ് കണക്ഷനാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡാറ്റ ട്രാൻസ്പോർട്ട് അറ്റ് ലോ ബാൻഡ് വിഡ്ത്ത്. അതായത് ലോ ബാൻഡ് വിഡ്ത്തിലുള്ള ഡാറ്റകളാണ് സർക്യൂട്ട് സ്വിച്ചിങ് വഴി ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ഇൻക്ലൂഡ് എമംഗ് അതർ ഡയലപ്പ്, ISDN ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്കൊക്കെയാണ് സർക്യൂട്ട് സ്വിച്ചിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഡയലപ്പ് കണക്ഷനും ISDN-ഉം. ഇനി നെക്സ്റ്റ് വണ്ണാണ് പാക്കറ്റ് സ്വിച്ചിങ്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് സ്മാൾ പീസസ് ഓഫ് ഡാറ്റ അക്രോസ് വാരിയസ് നെറ്റ്വർക്ക്. അതായത് ഡാറ്റകൾ എങ്ങനെ സ്മാൾ പാക്കറ്റുകളാക്കിയിട്ട് ഡാറ്റകളെ സെൻഡ് ചെയ്യും. അതിനെയാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ദീസ് ഡാറ്റ ഓർ പാക്കറ്റ്സ് അലോ ഫോർ ഫാസ്റ്റർ മോർ എഫിഷ്യൻറ്റ് ഡാറ്റ. അതുകൊണ്ട് ഓരോരോ ഡാറ്റകൾ ഇങ്ങനെ വേർതിരിച്ചായതുകൊണ്ട് ആ പാക്കറ്റുകൾ ഇങ്ങനെ ഓരോ ഡാറ്റകൾ ഇങ്ങനെ ആ പാക്കറ്റുകൾ ഇങ്ങനെ സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്താണ്, ഡാറ്റ ട്രാൻസ്ഫർ എന്തായിരിക്കും, സ്പീഡും ആയിരിക്കും, മോർ എഫിഷ്യൻറ്റുമായിരിക്കും. ഇനി നമ്മൾ കുറേ ടെർമിനോളജികൾ യൂസ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്കല്ലേ. അതിൽ ഫസ്റ്റ് വേണം നോഡ് എന്താണെന്നറിയോ? നോഡ് എന്താണെന്നാൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഡിവൈസസ് കണക്ട് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ കാൾഡ് നോഡ്. ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഡിവൈസസോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുക, നോഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ്, PDS, സ്മാർട്ട് ഫോൺ, അതർ നെറ്റ്വർക്ക് അപ്ലയൻസ് ആയ, അതായത് വേറെ നെറ്റ്വർക്ക് ഉണ്ടാവില്ലേ, അതായത് സ്വിച്ചസ്, റൗട്ടറുകൾ ഞാൻ പറഞ്ഞത് കണക്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യണേ. അത് റൗട്ടറൊക്കെയാണ് നോഡ്സിന് എക്സാമ്പിൾസ്.
അതായത് സ്മാർട്ട് ഫോണ്, നെറ്റ്വർക്ക് അപ്ലയൻസസ് ആയ സ്വിച്ചസ്, റൗട്ടർ ഒക്കെ എന്താണ് നോഡ്സിന് എക്സാമ്പിളാണ്. ഇവിടെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ഈസ് എനി ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് ഹാസ് ദ capability ഓഫ് പെർമിറ്റിംഗ് ആക്സസ് ടു എ നെറ്റ്വർക്ക് വൈ യൂസർ ഇൻ്റർഫേസ്, സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക് അഡ്രസ്, പ്രോട്ടോകോൾ സ്റ്റാക്ക് ഓർ എനി അതർ മീൻസ്. അതായത് ഒരു യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക് അഡ്രസ്സോ, പ്രോട്ടോകോൾ സ്റ്റോക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയോ നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസസുകളെയാണ് നമ്മളെന്താണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വർക്ക് സ്റ്റേഷൻ ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് എക്സ്റ്റെൻസീവ് ഗ്രാഫിക്സ് കാപ്പബിലിറ്റീസ്. അതായത് ഗ്രാഫിക് കാപ്പബിലിറ്റീസിനെ എക്സ്റ്റെൻസീവ് ചെയ്യുക, അതിനെയാണ് ചെയ്യുന്ന പവർഫുൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയാണ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ലോട്ട് ഓഫ് സ്റ്റോറേജ് ആൻഡ് സ്ട്രോങ് മൈക്രോ പ്രോസസ് ദാറ്റ് ഈസ് പ്രൈമർലി മെയ്ഡ് ഫോർ വൺ യൂസർ. ഇവിടെ എന്താണ് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്, സ്ട്രോങ് മൈക്രോ പ്രോസസ്സർ ഉണ്ടാവും. അത് എന്നാൽ പ്രൈമർലി മെയ്ഡ് ഓഫ് വൺ യൂസർ, ഒറ്റ യൂസറിന് മാത്രമേ അത് എന്തായി ചെയ്യാൻ പറ്റുള്ളൂ, അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വർക്ക് സ്റ്റേഷൻ. നെക്സ്റ്റ് വണ്ണാണ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് മേ ബി സെൻഡ് ത്രൂ എ നെറ്റ്വർക്ക് ഇൻ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈം ഈസ് നോൺ ആസ് ബാൻഡ് വിഡ്ത്ത്. അതായത് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈമിൽ നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്യാവുന്ന ഡാറ്റകളുടെ എമൗണ്ടിനെയാണ് എന്ത് പറയുക ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കപ്പാസിറ്റി ഓഫ് നെറ്റ്വർക്കാണ്, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്മിഷൻ മീഡിയ ട്രാൻസ്ഫർ. അതായത് ഈ ബാൻഡ് വിഡ്ത്ത് എന്നാൽ ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ കപ്പാസിറ്റിനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത് ട്രാൻസ്മിഷൻ മീഡിയ ടു ട്രാൻസ്ഫർ ഡാറ്റ. എക്സാമ്പിൾസ് ഓഫ് ബാൻഡ് വിഡ്ത്ത് ഇൻക്ലൂഡ് ഡാറ്റ ബാൻഡ് വിഡ്ത്ത്. അതായത് ഇവിടെ പറഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ബാൻഡ് വിഡ്ത്തിൻ്റെ കപ്പാസിറ്റി ആണ് പറയുക, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയൻ്റെ കപ്പാസിറ്റി, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രാൻസ്മിഷൻ മീഡിയൻ്റെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിൻ്റെ കപ്പാസിറ്റിയോ ആണ് ബാൻഡ് വിഡ്ത്തായിട്ട് സൂചിപ്പിക്കുന്നത്. ഈ ബാൻഡ് വിഡ്ത്തിന് എക്സാമ്പിൾസുകളാണ് നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്ത്, ഡിജിറ്റൽ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ഡാറ്റ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് 100 MB/s ആണ്. ഇവിടെ ഇൻഫോർമേഷനൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ 3.2 KB/s. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതാണ് ഇൻ്റർഓപ്പറബിലിറ്റി. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ദ കപ്പാസിറ്റി ഓഫ് ഇൻ്റർഓപ്പറബിലിറ്റി പറഞ്ഞാൽ ദ കപ്പാസിറ്റി ഓഫ് വേരിയസ് നെറ്റ്വർക്ക് to cooperate or interact with one another without the user's intervention or the usage of additional tools interface is known as interoperability. അതായത് എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു അഡീഷണൽ ടൂളിൻ്റെയോ അല്ലെങ്കിൽ ഒരു യൂസർ ഇൻ്റർവെൻഷൻ്റെയോ ഒരു ഇൻ്റർഫേസസിൻ്റെയോ സഹായമില്ലാതെ വേരിയസ് നെറ്റ്വർക്കായിട്ട് കോപ്പറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ഇൻ്റർ ഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് വെച്ചാൽ ആൻ ഇൻഡിവിജ്വൽ ഓർ ടീം ഓഫ് പീപ്പിൾ ഇൻ ചാർജ് ഓഫ് റണ്ണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ സെർവർ ഓർ നെറ്റ്വർക്ക് ഈസ് നോൺ ആസ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. അതായത് ഒരു ഇൻഡിവിജ്വലോ
അല്ലെങ്കിൽ ഒരു ടീം ഓഫ് പീപ്പിളോ എന്താണ് നമ്മളെ സെർവർ റൺ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതിനെയാണ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും റണ്ണ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടീം ഓഫ് പീപ്പിളിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെയോ ആണ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ചാർജ് ഓഫ് മെയിൻറ്റെയിനിങ് എ നെറ്റ്വർക്ക് ആൻഡ് ഗിവൺ വൺ ഓർ മോർ ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ്. അതായത് ചാർജ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എടുക്കുക. അതിൽ കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ. അതായത് സെറ്റിംഗ് അസൈഡ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് ഡിസ്ക് സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്യാം. പിന്നെന്താണ് ക്രിയേറ്റിംഗ് ഓർ അപ്ഡേറ്റിംഗ് ദ നെറ്റ്വർക്ക് അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ സ്ട്രെങ്തനിങ് ദ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ റെസ്പോണ്ടിങ് ദ കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്വറീസ് ഫ്രം സ്റ്റാഫ്. അതായത് ഒരു അതോറിറ്റിയിലൊക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റാഫിൽ നിന്ന് ആ കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്വറീസിന് അവർ സ്റ്റാഫ് പറയണ ആ ക്വറീസിന് റെസ്പോണ്ട് ചെയ്യണം. സെറ്റിംഗ് അപ്പ് ആൻഡ് അപ്ഡേറ്റിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹാർഡ്വെയർ ഓൺ ദ നെറ്റ്വർക്ക്. അതായത് അപ്ഡേറ്റ് ചെയ്യുകയും സെറ്റ് ചെയ്യുകയും ചെയ്യാം. മാനേജിങ് ഫിൽറ്റേഴ്സ് ആൻഡ് റൂൾസും ഫിൽറ്റേഴ്സൊക്കെ മാനേജ് ചെയ്യാം. പിന്നെ കീപ്പിംഗ് ആൻ ഐ ഓൺ ദ നെറ്റ്വർക്ക്, റീസെറ്റിംഗ് ദ പാസ്വേഡ് ആൻഡ് യൂസർ നെയിം, കോൺഫിഗറിംഗ് എ നെറ്റ്വർക്ക് ഹാർഡ്വെയർ ഓർ നെറ്റ്വർക്ക് PCs. അതായത് പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യുക, പിന്നെ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യുക, പിന്നെന്താണ് അതിൻ്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഈസ് ടിപ്പിക്കലി മാനേജ്ഡ് ബൈ എ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ സിസ്റ്റർ അഡ്മിനിസ്ട്രേറ്ററോ ആണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഹൂ ഇംപ്ലിമെൻറ്റ് ദ സെക്യൂരിറ്റി എന്തൊക്കെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി? ഹൂ ഇംപ്ലിമെൻറ്റ് ദ സെക്യൂരിറ്റി പോളിസി, നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ റിക്വയർഡ് ടു പ്രൊട്ടക്റ്റ് എ നെറ്റ്വർക്ക് ആൻഡ് ദ റിസോഴ്സസ് ഫ്രം ദ അൺഓതറൈസ്ഡ് ആക്സസ് ഓവർ ദ ഇൻ്റർനെറ്റ്. അതായത് അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നുള്ള ആ നെറ്റ്വർക്ക് സെക്യൂരിറ്റികളും അതിൻ്റെ പോളിസികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ നടക്കുന്നത്. They also make sure that employees have sufficient access to network and resource to the work. Okay. ഇനി threats of network security. എന്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. മാൽവെയർ ഉണ്ട്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡെനിയൽ ഓഫ് സർവീസ് DDoS ഉണ്ട്, അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ട്, ആൻറ്റി മാൽവെയർ, ഫയർവാൾ, നെറ്റ്വർക്ക് മോണിറ്റർ, വളറബിലിറ്റി അസസ്മെൻറ്റ് ടൂളുകൾ. അതൊക്കെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി നേരിടുന്ന ത്രെഡ്സുകൾ, അതായത് ഭീഷണികൾ. അതിൽ ഫസ്റ്റ് വൺ മാൽവെയർ. ദീസ് ആർ ദ പ്രോഗ്രാം ഓർ സോഫ്റ്റ്വെയർ ക്രിയേറ്റഡ് വിത്ത് ദ പർപ്പസ് ഓഫ് interfering with harming or allowing unauthorized access to computer system. ഫോർ എക്സാമ്പിൾ വൈറസ്, വേം, എക്സെട്ര. അത് പറഞ്ഞാൽ നമുക്ക് ആവശ്യം അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്യുന്നുണ്ടാവില്ല കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ, അതിനൊക്കെ ഇതാക്കാനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് മാൽവെയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹാമിങ് ആയിട്ടുള്ള
അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഡാറ്റകളൊക്കെ ചേർത്ത് നിർത്താനും വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, അതായത് നമ്മളിലേക്ക് വരുന്ന എന്താ പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഒക്കെ അതൊക്കെ അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, മാൽവെയറുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വൈറസ്, വേം തുടങ്ങിയവ. ഓക്കെ, നമ്മൾ പൊതുവേ പറയലുണ്ട് അല്ലേ, വൈറസ് കയറി എന്നുള്ളത്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ കയറിക്കൂടുക. ദ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ദിസ് അറ്റാക്ക് ടേക്ക് പ്ലേസ് വെൻ ദ അറ്റാക്ക് സ്നിഫ് ഓൺ ട്രാഫിക് ബീങ് സെൻഡ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് ആൻഡ് ഔട്ട്സൈഡ് ഡാറ്റാസോ ഓർ വിത്തിൻ എന്നിട്ട് അത് നെറ്റ്വർക്കിലേക്ക് പുറത്തുനിന്ന് ഡാറ്റകൾ വരുമ്പോൾ ഈ ഡാറ്റകൾ വരുമ്പോൾ അവിടെ ഒരു എന്ത് നടക്കും, ഒരു വൈറസ് കയറാൻ സാധ്യത. അപ്പോൾ അതിനെ ഈ അറ്റാക്കർ സ്നിഫ് ചെയ്തിട്ട് അത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്നിഫ് ചെയ്ത് കണ്ടെത്തിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂട്ടഡ് ഡെനയൽ ഓഫ് സർവീസ് ആണ്. അത് പറഞ്ഞാൽ ഇവിടെ ദിസ് ഈസ് ബോംബാർഡ്മെൻറ്റ് ഓഫ് റിക്വസ്റ്റസ് ടു ടാർഗറ്റ് സിസ്റ്റം ടു മേക്ക് ഇറ്റ് അൺഅവൈലബിൾ ബൈ യൂസിങ് ഇൻഫെക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ട് കമ്പ്യൂട്ടറുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റുകൾ ചെയ്യുമ്പോൾ അവിടെ റിക്വസ്റ്റുകളെ അവിടെ തടയി നിർത്താം. ആ ടാർഗറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്കത് അണേബിൾ ആക്കുകയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡെനയൽ സർവീസ് നടത്തുന്നത്. ഈ അൺഓതറൈസ്ഡ് ആക്സസ് പറഞ്ഞാൽ ഗെയിനിങ് ആക്സസ് ടു ദ നെറ്റ്വർക്ക് ഓർ other asset without ഓതറൈസേഷൻ ഇല്ലാതെ തന്നെ അവിടെ നമ്മൾ നെറ്റ്വർക്കിലേക്ക് എന്താണ് ഡാറ്റകൾ ഗെയിൻ ചെയ്യുക. ഒരു ഓതറൈസേഷൻ്റെ ഇതില്ലാതെ തന്നെ അതിലേക്ക് അംഗീകാരമില്ലാത്ത നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നെറ്റ്വർക്ക് ഈ ഇതിനെതിരായിട്ട് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടൂളുകളുണ്ട്. അതാണ് ആൻറ്റി മാൽവെയർ, ഫയർ വാൾ, നെറ്റ്വർക്ക് മോണിറ്റർ, വളണറബിലിറ്റി അസസ്മെൻറ്റ് ടൂളുകൾ. ഇതൊക്കെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടൂളുകൾ. ഓക്കെ, അതിൽ ആൻറ്റി മാൽവെയർ എന്നാൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊട്ടക്റ്റ് ഫ്രം ഓൾ കൈൻഡ് ഓഫ് മാൽവെയർ ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം. എക്സാമ്പിൾ അവേറ, അവാസ്, ആൻറ്റിവൈറസ്. അതായത് ആൻറ്റി മാൽവെയറിനെ ആക്കിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് മാൽവെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാനാണ് ആൻറ്റി മാൽവെയർ. എന്നാൽ എല്ലാ മാൽവെയർസിനെയും തടഞ്ഞു നിർത്താൻ ആൻറ്റി മാൽവെയറുകൾ സഹായിക്കണം. ഇതാണ് എക്സാമ്പിളാണ് അവേറ, അവാസ്റ്റ്, ആൻറ്റി വൈറസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫയർവാൾ. അത് പറഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ടു യുവർ സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്ന അൺഓതറൈസ്ഡ് ആക്സസുകൾ പ്രിവെൻറ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് അറ്റ് നെറ്റ്വർക്ക് ഓർ ഹോസ്റ്റ്. ഇതെന്താണ് അവിടെ നെറ്റ്വർക്കിലോ ഹോസ്റ്റ് ലെവലിലോ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഈ ഫയർവാളിന് എക്സാമ്പിൾസാണ് വിൻഡോസ് ഫയർവാൾ, IP ടാബ്ലെറ്റ്സ്. നെറ്റ്വർക്ക് മോണിറ്റർ സിസ്റ്റം ഫോർ മോണിറ്ററിംഗ് നെറ്റ്വർക്ക് പെർഫോമൻസ് ഇൻക്ലൂഡ് ബോത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ that can keep tabs on things like traffic, bandwidth use and uptime. അതായത് നമുക്ക് സിസ്റ്റം മോണിറ്റർ ചെയ്യും, അതായത് നെറ്റ്വർക്ക് പെർഫോമൻസിൻ്റെ സമയത്ത് അവിടെ സിസ്റ്റം മോണിറ്റർ നടക്കും സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലൊക്കെ. അപ്പോൾ എന്താണ് അതിനെതിരായിട്ട് എന്താണ് അപ്പ് ടൈമിൽ അവിടെ സിസ്റ്റം മോണിറ്റർ നടക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് മോണിറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ വളണറബിലിറ്റി അസസ്മെൻറ്റ് ടൂൾ പറഞ്ഞാൽ അതായത്
അതായത് ചുരുക്കി പറഞ്ഞാൽ, അതായത് നമ്മൾ എന്തെങ്കിലും സിസ്റ്റത്തിലേക്ക് അപകടങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അതിൻ്റെ അപകടങ്ങളുടെ തോത് അസസ്മെൻറ്റ് അതിൻ്റെ ആ അപകടങ്ങളുടെ തോതിൻ്റെ അസസ്മെൻറ്റ് നടത്താനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളുകളാണ് വൾനറബിലിറ്റി അസസ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. ഓപ്പൺ വാസ്, നെസസ് എന്നൊക്കെ നെസസ് തുടങ്ങിയവ ഈ ടൂളുകൾക്ക് എക്സാമ്പിൾസുകളാണ്. ഓക്കെ, ഇനി നെറ്റ്വർക്ക് കമ്പോണൻ്റാണ് നമുക്ക് പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം കേട്ടോ. താങ്ക് യു.